ഹലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിരിക്കുന്നത് ഈ ഒരു ഡോക്ടർ ചോയ്സിൻ്റെ ഒരു പ്രോട്ടീൻ ഓട്സ് ആണ്. ഇതിൻ്റെ ഒരു റിയാലിറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഞാൻ ഇതിൻ്റെ 2 ഫ്ലേവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബനാന ഫ്ലേവർ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെയാണ്. ഈ ബനാന കാരമൽ വലിയൊരു രസമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതിനൊരു പ്രോട്ടീൻ, ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ ഒരു വാല്യൂ, ന്യൂട്രീഷൻ വാല്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഏകദേശം ഒരു 70 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ബാക്കി 24-25 ഗ്രാം മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള എന്തുവാണ്, ഇത് ഒരു കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഓട്സ്. പിന്നെ ഇതിൽ പ്രോട്ടീൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കാണുന്ന ഫുഡില്ലേ, അതായത് ഈ പറഞ്ഞ പോലെ റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ, ബ്രെഡ്, അങ്ങനെയുള്ള ആഹാരങ്ങൾ, അതിലൊക്കെ ഒരു ചെറിയ അളവിലൊരു പ്രോട്ടീൻ കാണും. ആ ഒരു ചെറിയ അളവിലുള്ള പ്രോട്ടീനാണ് ഈ ഒരു പ്രോട്ടീനിൽ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ഓട്സിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഓട്സ് നിങ്ങൾ പ്രോട്ടീൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ ഒപ്പീനിയൊന്നും ഇല്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ നോർമലായിട്ടൊരു ഓട്ട് മീൽ നിങ്ങളുടെ ഡയറ്റിലുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന അടിപൊളിയാണ് കേട്ടോ. കാര്യം ഇതിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫ്ലേവറും അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മെയിനായിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഷുഗർ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കിട്ടി. അപ്പോൾ അതൊന്നും കഴിക്കാനുള്ള ഒരു ക്രേവിങ് വരത്തില്ല ഈ ഒരു മീൽ കഴിക്കുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ.